أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. ഓക്കെ, അതിലെ തജ്വീദ് നമ്മൾ പറഞ്ഞിരുന്നോ അതോ? എന്നാ തജ്വീദ് പറഞ്ഞോളി. ലിയജ്സിയഹുമുല്ലാഹു, അള്ളാഹു എന്നുള്ള അലിഫിന് എന്തുണ്ടാവില്ല, കൂട്ടിയോതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അഹ്സന, ആ ഖത്തൻ്റെ അംസയാണ്, നിർബന്ധമായും ഉച്ചരിക്കണം. പിന്നെ അമിലു എന്നുള്ള അലിഫ് മുദവ്വറായ സുക്കൂനാണ്, അവിടെ കാണാൻ ഉച്ചാരണം ഉണ്ടാവില്ല. വയസീദഹും മിൻ, ആ മീമിന് എന്ത് ചെയ്യണം, ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. പിന്നെ മിൻ മിൻ എന്നുള്ള സാക്കിനായ നൂനിനെ എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം അവിടെ? വയസീദഹും മിൻ ഫദ്ലി, നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മറ്റേനെ മണിക്കും വേണം, ഇദ്ഗാം ചെയ്യണം. രണ്ടിടത്തും രണ്ട് രൂപത്തിലുള്ള മണിക്കൽ ഉണ്ടാവുക, ഒന്ന് ശക്തിയോടുകൂടി മറ്റ് ശക്തി ഇല്ലാതെ. പിന്നെ വല്ലാഹു യർസുഖു മൻ, അവിടെ എന്ത് ചെയ്യണം, മൈ എന്ന് യായിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയണം. മൈ യശാഉ, യശാഉ 4 മുതൽ 6 ഖദർ വരെ നീട്ടാം, അത് നിർബന്ധമാണ്, കാരണം മദ് മുത്തസിലാണ്. പിന്നെ ബിഗൈരി ഹിസാബ്, ആ ബാഗുമിൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ ഹുറൂഫുൽ കൽക്കലയപ്പെട്ടത് കൊണ്ട് ഒരല്പം ശിദ്ധത്തോടു കൂടി വെക്കണം. ആ ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓതി വെക്കാൻ. അഊദു ബില്ലാഹി ലിയജ്സിയഹും. ഓക്കെ, തജ്വീദ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെ? അവിടെ അൽ വഖഫ് ഔല എന്ന് പറഞ്ഞാൽ നിർത്തലാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരാൾ നിർത്താതെ പോയാൽ തെറ്റില്ല, പക്ഷേ ഏറ്റവും ഉത്തമം വഖഫ് ഔല. അതാണ് അവിടെ കലാന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? എല്ലാ മുസാഫിലും ഉണ്ടോ എനിക്കറിയില്ല. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അൽ വഖഫ് ഔല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വേറെന്തെങ്കിലും അർത്ഥം പറഞ്ഞോളി. ലിയജ്സിയഹും, എന്താ? അവൻ അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയാണിത്. അവൻ എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു, അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം ലിയജ്സിയഹുമുല്ലാ, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ. അഹ്സന, ഏറ്റവും നല്ല പ്രതിഫലം. മാ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. വയസീദഹും, അള്ളാഹു അവർക്ക് കൂടുതലായി നൽകുവാനും. മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് കൂടുതലായി നൽകുവാനുമാണിത്. വല്ലാഹു, അള്ളാഹു എത്ര, യർസുഖു, റിസ്ക് നൽകുന്നു, ഉപജീവനം നൽകുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇച്ഛിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, ഹിസാബ് കൂടാതെ അള്ളാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അതിലിപ്പം അർത്ഥം കിട്ടാത്ത യജ്സിയ എന്ന് പറയുന്നത് പ്രതിഫലം നൽകുക, അവിടെ ഒരു ലാമ് കൊണ്ടുവന്ന് കാണാം.
ലി, എന്തിനാണ് ആ ലാമ് കൊണ്ടുവന്നത്? അപ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ലി. എന്താ ലി? നമ്മൾ സാധാരണ പറയൽ വേണ്ടിന്നാ. എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന് പറയുന്നത് എന്താ? ഒരു കാരണത്തെ ഇല്ലത്തിനെ കാണിക്കാനാണ്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടി, എവിടേക്കാണ് അതിന് ബന്ധം? നേരത്തെ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ? ആ പള്ളിയിൽ ചില ആളുകളുണ്ട്, അവരെ കച്ചവടമോ ക്രിയവിക്രയമോ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിൽ നിന്നും നിർവഹിക്കുന്നതിൽ നിന്നും അവരെ ശ്രദ്ധ തിരിച്ചു കളയാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ, അവർക്കുള്ള മറ്റൊരു സ്വഭാവമാണ് അന്ത്യനാളിനെ അവർ ഭയപ്പെടുന്നു. എന്തിനാണ് ഇതൊക്കെ? എന്തിനാപ്പം ഇവർ ഈ പള്ളികളിൽ ഇങ്ങനെ ദിക്ർ ചെയ്യണത്? എന്തിനാണ് അവരിങ്ങനെ നമസ്കരിക്കണത്? എന്തിനാണ് അവരിങ്ങനെ സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനാണ് ഒരു അന്ത്യനാളിനെ അവർ ഭയപ്പെടുന്നത്? ലി, ഈ കാരണങ്ങളാൽ. എന്ത്? ലിയജിസിയഹുമുള്ള, അവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെന്ന് പറയുന്ന ആരാ? ഹും എന്ന് പറയുന്ന ആരാ? ആ റിജാലാണ്. നേരത്തെ ആ പള്ളിയിൽ ഇരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റിജാലിനെ പറ്റിയാണ് ഹും എന്ന് പറഞ്ഞത്. അപ്പോൾ യജ്സിയന്റെ ഫായിൽ ആരാ? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹു ഈ റിജാലിന് പ്രതിഫലം കൊടുക്കാൻ ആ കാരണം കൊണ്ടാണ് അവരിങ്ങനെ പള്ളിയിൽ തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നതും നമസ്കരിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതൊക്കെ. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരൂലേ? അതിനുള്ള മറുപടിയാണ് എന്തുകൊണ്ട് അവർ തസ്ബീഹ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവർ നമസ്കരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ലിയജിദിയഹുമുള്ള, അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. അഹ്സനമാ അമിലു, അവർ എന്താണോ പ്രവർത്തിച്ചത് അതിൽ നിന്ന് ഏറ്റവും നല്ല നിലക്കുള്ള പ്രതിഫലം. അഹ്സന പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രതിഫലം, അതിൻ്റെ അപ്പുറമില്ല. ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറയുന്നത് ഏതാ? സ്വർഗം അല്ലേ? അപ്പോൾ അള്ളാഹു അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ്. അതാണ് അഹ്സനൽ ജസാ എന്നാണ് അവിടെ. അഹ്സനൽ ജസാ എന്നാണ് അവിടെ അർത്ഥമുള്ളത്. ഏറ്റവും നല്ല പ്രതിഫലം. എന്തിനുള്ള പ്രതിഫലം? മാ അമിലു. ഈ മാ എന്ന് തെറ്റിയോ? മാ അമിലു, മാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ എന്തൊക്കെ മാ പഠിച്ചിട്ടുണ്ട്? മാ ഇല്ല എന്നുള്ള അർത്ഥം. മാഫിഷെ എന്തി എൻ്റെ അടുത്തൊന്നുമില്ല അല്ലേ? മാഫിഷെ പുലൂസ് ഒക്കെ പറയും. പിന്നൊരു മാ, ഒരുവൻ എന്നുള്ളതിന് മാ ഉപയോഗിക്കും, ഒന്ന് എന്നുള്ളതിന് മാ ഉപയോഗിക്കും. അതിന് പറയുന്ന പേരാണ് മൗസൂലാന്റെ മാ. പിന്നെ അൻ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. എന്താണ് അൻ? അൻ അമിലു പറഞ്ഞാൽ എന്താ? അവരുടെ പ്രവർത്തനം എന്നാണ്. അപ്പം മസ്തർ തെവിലിയായ മസ്തർ മുഅവ്വൽ എന്ന് പറയാം അറബിൽ. ആ അർത്ഥത്തിന് എന്ത് വരും? മാ വരും. ഇനി മാ ഒരു അർത്ഥം ഇല്ലാതെയും വരും. ഇവിടെ മസ്തർ മുഅവ്വൽ എന്ന് പറയും. ആ അമിലു എന്നതിൻ്റെ മുഅവ്വലായ പിന്നെ മസ്തറിൻ്റെ ക്രിയാധാതുവിൻ്റെ അർത്ഥം കിട്ടാനാണ്. അപ്പം ക്രിയാധാതു എന്താ? അമിലൻ്റെ അമല്. അമില പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവർത്തിച്ചു. അമല് പറഞ്ഞാൽ പ്രവർത്തനം അല്ലേ? അമൽ പ്രവർത്തനം. അപ്പം മാ അമിലു പറഞ്ഞാൽ അമലുഹും എന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ, അവരെന്താണോ പ്രവർത്തിച്ചത് അതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ വയസീദഹും മിൻ ഫളലി, അവിടെയും കൂട്ടി വായിക്കാം. അവർക്ക് അള്ളാഹു കൂടുതൽ നൽകുവാനും, മിൻ ഫളലി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നാണ്. പിന്നെ പറയുന്നത് വല്ലാഹു യർസുഖു, അള്ളാഹു റിസ്ക് നൽകുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക്, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. എന്താ ഈ ബിഗൈരി ഹിസാബ് എന്ന് പറയുന്നത്?
എത്രയാണ് എന്ന് പരിധിയില്ല. നമുക്കിപ്പോൾ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, കമ്പനി ശമ്പളം വർദ്ധിക്കുമ്പോൾ എത്ര വർദ്ധിപ്പിക്കുക? എത്ര? 8,000. ആ 8,000 എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. സഖഫ് എന്ന് പറയും. എന്താ പറയല്? സഖഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പരിധി വെച്ചിട്ടുണ്ടാവും. 250-300 ആൾക്ക് പിന്നെ കിട്ടൂല. അത് വരെ എങ്ങനെ കിട്ടും? ആ ഓരോ പോസ്റ്റിനനുസരിച്ചാണ് അല്ലേ? മുസ്ലിനറിയാം. അപ്പോൾ ആ സഖഫ് എന്ന് അതിന് പറയാം. എല്ലാവർക്കും കിട്ടൂല. 250 ആയാൽ അവിടെ നിൽക്കും. ഇതാണ് ദുനിയാവിലെ ഇത്. എന്നാലോ അള്ള പറയണ എന്താ? ബിഗൈരി ഹിസാബ് അല്ലേ? പിന്നെ എത്രയാണ് എന്ന് പരിധി വെക്കാത്ത രൂപത്തിൽ, അതേപോലെ ഒരു നിബന്ധന വെക്കാത്ത രൂപത്തിൽ, ഒരു സഖഫ് വെക്കാത്ത രൂപത്തിൽ, ഒരു എണ്ണം ക്ലിപ്തമാക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുന്നു അല്ലേ? അങ്ങനെ നൽകുമ്പോൾ അതിൽ അള്ളാഹുവിങ്കിൽ നിന്നെങ്കിലും ചുരുങ്ങിപ്പോണ്ടോ? അത് ചുരുങ്ങിപ്പോണില്ല. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യേണ്ട? അവർക്ക് പ്രതിഫലം നൽകുന്നു ഇത്തരം ആളുകൾക്ക് എന്നർത്ഥം. പിന്നെ പറയാം വയസീദഹും മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഫദ്ല് ഔദാര്യത്തിൽ നിന്ന് കൂടുതലായി നൽകുവാനും. ഇവിടെ മറ്റൊരായത്ത് കാണാം, ഇന്നല്ലാഹ ലാ യളിമു മിസ്കാല ദർറത്തിൻ വ ഇൻ തകു ഹസനതൻ യുളാഇഫുഹ വ യുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അണുവോളമുള്ള പ്രവർത്തനം ആയാലും, ഒരു അണുവോളം ഒരു അണുമണി തൂക്കം പോലും അള്ളാഹു തആല എന്ത് ചെയ്യില്ല? അനീതി പ്രവർത്തിക്കൂല. വ ഇൻ തകു, ആ അണുവോളമുള്ള പ്രവർത്തനം ഹസനത്തൻ, അത് നന്മയാണ് എങ്കിൽ യുളാഇഫുഹ, ഇരട്ടി ഇരട്ടിയായി അള്ളാഹു തആല നൽകും. പിന്നെ പറയാ വയുഅതി മിൻ ലദുൻഹു, അള്ളാഹു തആല അവൻ്റെ പക്കൽ നിന്ന് നൽകും അജ്റൻ അദീമ, മഹത്തായ പ്രതിഫലം നൽകും. ഈ മഹത്തായ പ്രതിഫലത്തിനാണ് എന്ത് പറയുന്നത്? വയസീദഹും മിൻ ഫദ്ലിഹി എന്ന് പറയുന്നത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നത് കാണാം. മറ്റൊരായത്ത് കാണാം, മൻസല്ലദി യഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ല കടം, ഉന്നതമായ ഉത്തമമായ കടം കൊടുക്കാനുള്ളത്? അങ്ങനാണെങ്കിൽ ഫയുളാഇഫഹു, അള്ളാഹു ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അദ്ആഫൻ കസീറ, ധാരാളം ഇരട്ടികളായി അള്ളാഹു തആല നൽകും. അതാണ് വയസീദഹും മിൻ ഫദ്ലിഹി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാം വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? പ്രതിഫലം നൽകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത് കാണാം, കണക്കില്ലാത്ത രൂപത്തിൽ പ്രതിഫലം നൽകണമെങ്കിൽ, ഇപ്പം നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഞാനിപ്പോൾ ചെലവഴിച്ചാൽ എന്തുണ്ടാവും? ചെറിയൊരു പേടി ഉണ്ടാവും. കൊടുക്കണതിനനുസരിച്ച് ഇങ്ങനെ പേടി ഉണ്ടാവും. എന്താ പേടി? തീർന്നു പോവും അല്ലേ? തീർന്നു പോവോ? ഓരോരുത്തർക്കും ശമ്പളാട് വർദ്ധിപ്പിച്ചാൽ മീസാനിയത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ, അതിനെന്തെങ്കിലും ഭംഗം വരുമോ എന്ന പേടിയാണ് സൊസൈറ്റിക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാവുക അല്ലേ? മാനേജ്മെൻറ്റിനൊക്കെ ഉണ്ടാവുക. എന്നാൽ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ? അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേടി എന്നല്ല. ആ പേടിയില്ല. എന്തുകൊണ്ടില്ല? അള്ളാഹുവിൻ്റെ ഖസാഇൻ, അള്ളാഹുവിൻ്റെ ഖസീന എന്ന് പറഞ്ഞ് തീർന്നു പോണ ഒരു സാധനമല്ല. അത് തീർന്നു പോല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നുണ്ട്, നിങ്ങൾ കടലിൽ പോയി ഒരു സൂചി മുക്കിയാൽ ആ സൂചിൻ്റെ ഓട്ടയുടെ ഭാഗത്ത് എന്തെങ്കിലും തങ്ങോ? മഹീത്ത് എന്ന് പറയാം അറബിൽ. അത് എന്തെങ്കിലും തങ്ങോ? ഇല്ല. ഒരിത്തിരി വെള്ളം പോലും ഉണ്ടാവില്ല. ഇതേപോലെയാണ് അല്ലാഹു തആല ചോദിക്കുന്നവർക്കെല്ലാം കൊടുത്താലും, നാനാഭാഗത്ത് നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, ഒരേ സമയത്ത് എല്ലാവരും അള്ളാഹുവിനോട് അങ്ങ് ചോദിച്ചാലും അത് തീർന്നു പോണ ഒരു പേടി ആർക്കുണ്ടാവില്ല? അള്ളാഹു തആലക്ക് ഉണ്ടാവില്ല. അപ്പം അള്ളാഹു തആല എന്ത് ചെയ്യും? വയസീദഹും മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഫദ്ല് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതും കണക്കല്ലാത്ത രൂപത്തിൽ, അറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന. മറിയം ബീവിയുടെ സംഭവം വിവരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലിമ്രാനിൽ ഇങ്ങനെ വിവരിക്കണ കാണാം, ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസനിൻ,
അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു മറിയം ബീവിയുടെ രക്ഷിതാവായ ആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. ബി കബൂലിൻ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്വീകരിച്ചു. പിന്നെ എങ്ങനെയാണ്? നബാത്തൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്തു? മറിയം ബീബിയെ അള്ളാഹു തആല വളർത്തിയെടുക്കുകയും വകഫലഹ സക്കരിയ, മറിയം ബീബിക്ക് അള്ളാഹു തആല ഒരു കഫീലിനെ ഉണ്ടാക്കി കൊടുത്തു. ആരാണ്? സക്കരിയ അലൈഹിസ്സലാമിനെ കഫീലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറയാ കുല്ലമാ ദഖല അലൈഹ സക്കരിയ നബി അലൈഹിസ്സലാം ആ മറിയം ബീവിയുടെ അടുത്ത് കടന്നു ചെല്ലുമ്പോഴൊക്കെ മെഹ്റാബിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ക, പിന്നെ അവിടെ മറിയം ബീവിയുടെ അടുക്കൽ റിസ്ക് കണ്ടെത്താറുണ്ടായിരുന്നു. ഖാല, എന്നിട്ട് ചോദിക്കും ചെയ്യും, യാ മറിയമു അന്നാലക്കി ഹാദ, എവിടെ നിന്നാണ് ഈ റിസ്ക് വരുന്നത്? ഖാലത്ത്, മറിയം ബീവി പറയണം, ഹുവ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അപ്പോൾ ആ മറിയം ബീവി സക്കരിയ നബി അലൈഹി സ്വലാമിനോട് മറുപടി പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹു തആല റിസ്ക് നൽകും എന്ന് അവിടെ സക്കരിയ നബിയോട് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയാണ്, ഇങ്ങനെ കണക്കില്ലാത്ത ആ രൂപത്തിൽ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കണേനാണ് എന്ന് പറയുന്നത് ബിഗൈരി ഹിസാബ്. അതല്ല, രണ്ടാമത്തെ ഒരു അർത്ഥം പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലത്തിനാണ് ബിഗൈരി ഹിസാബ്. രണ്ട് അർത്ഥവും പറഞ്ഞ മുഫസ്സിറുകളെ കാണാം. അപ്പോൾ രണ്ടും അതിൻ്റെ ഉദ്ദേശമാണ്. എന്ത്? അള്ളാഹു കണക്കില്ലാതെ നൽകുക എന്നുള്ളത് ദുനിയാവിലും കൊടുക്കും, ദുന്യവിയായിട്ടുള്ള അർത്ഥമുണ്ട്, അതേപോലെ പാരത്രികമായിട്ടുള്ളതിനെന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം ആളുകളെ പറ്റി പറയുന്നുണ്ട്. ആ ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോകും. എന്താണ് അവരുടെ സ്വഭാവം? ഹുമുല്ലദീന പറഞ്ഞാണി ലാ യതതയ്യറുൻ, പക്ഷി ലക്ഷണം നോക്കാത്തവരാണ്. വലായസ്തർക്കൂൻ, പിന്നെന്താന്നുണ്ടല്ലോ വലായക്തവുൻ, അല്ലേ? ഈ രൂപത്തിലുള്ള ശിർക്കിന്റെ മന്ത്രവാദം നടത്താത്തവർ, ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ ഹിസാബ് കൂടാതെ എന്ത് ചെയ്യും? അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ പരലോകത്ത് നൽകുന്ന ഈ പ്രതിഫലത്തെ പറ്റിയാണ് ബിഗൈരി ഹിസാബ് എന്ന് പറയുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. അവരുടെ മറ്റൊരു സ്വഭാവം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിഗൈരി ഹിസാബ് എന്നുള്ളതിന് മറ്റൊരർത്ഥം, പിന്നെ നമ്മൾ കണക്കാക്കാത്ത ഓർക്കാപ്പുറത്ത് കിട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളതിനും എന്തു പറയും? ബിഗൈരി ഹിസാബ് എന്ന് പറയും. അപ്പോൾ ഒരർത്ഥം ദുന്യവിയായി അല്ലാഹു തആല നമുക്ക് നൽകണേന് പറയും, രണ്ടാമത്തത് പാരത്രികമായി നൽകണേന് പറയും, മൂന്നാമത്തെ ഒരർത്ഥം നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ആ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തരുന്നതിനും എന്തു പറയും? ബിഗൈരി ഹിസാബ് എന്ന് പറയും. അതിനെന്താ തെളിവ്? ഖുറൈശി കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയൊക്കെ ഇങ്ങനെ ആ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ കളിയാക്കിയിരുന്നു, പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, അല്ലേ? ഈ ഫുഖറാക്കൾ, നബിയെ പറ്റിയും സഹാബത്തിനെ പറ്റിയും ഫുഖറാക്കളാണ്, ഒന്നും ഇല്ലാത്തവരാണ്, ഭക്ഷിക്കാനില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം എന്തായി? മുസ്ലിങ്ങൾ ധനികന്മാരായി മാറി. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും ടോപ്പിൽ ജീവിച്ചിരുന്ന കിസ്റ കൈസറൊക്കെ, അല്ലേ, പേർഷ്യൻ രാജാവും റോമിൻ്റെ രാജാവും ഒക്കെ എന്തായി? ആ റോമും പേർഷ്യയും ഒക്കെ ഇസ്ലാമിൻ്റെ അധീനത്തിലേക്ക് വന്നതുകൊണ്ട് അവർക്കെന്തായി? ഒരുപാട് സമ്പത്തും യുദ്ധം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വനീമത്ത് സമ്പത്തും ഒക്കെ ലഭിച്ച് അവർ ധന്യനായി മാറുകയുണ്ട്. അപ്പോൾ ഇത് ഓർക്കാപ്പുറത്ത് അവർക്ക് വന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബന, ഓർക്കാപ്പുറത്ത് അവർക്ക് വരുന്ന ആ രൂപത്തിലുള്ള ഇതിനെന്ത് പറയും? ബിഗൈരി ഹിസാബ് എന്ന് പറയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥവും അതുകൊണ്ട് ഉദ്ദേശിക്കാം. ഇനി അതല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നൽകുന്നത് തന്നെയാണ്, ഓർക്കാപ്പുറത്താണെങ്കിലും അത് പരലോകത്ത് നൽകുന്നതിനാണ് ബിഗൈരി ഹിസാബ് എന്ന് പറയുന്ന മറ്റൊരു മുഫസ്സിറുകളെ കാണാം. അവർക്കുള്ള തെളിവെന്താ? മൻ അമില സയ്യിഅത്തൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ല, ഒരാൾ തിന്മ ചെയ്താൽ അതിനെ കണക്കാക്കിയിട്ട് അള്ളാഹു തആല അതിൻ്റെ ശിക്ഷ നൽകുള്ളൂ. വമൻ അമില മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ,
ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ മന്നാമില സ്വാലിഹ് എന്ന അവിടെ ഉള്ളത് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഫഉലായിക യദ്ഖുലൂനൽ ജന്ന, ആ വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് അല്ലാഹ് പറയാം യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, ആ സ്വർഗത്തിൽ വെച്ച് കണക്കില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകും എന്ന് ആ ആയത്തിലും വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രതിഫലം ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ ഇങ്ങനെയൊക്കെ ലഭിക്കണ പ്രതിഫലത്തിന് ബിഗൈരി ഹിസാബ് എന്ന അർത്ഥം മുഫസ്സിറുകൾ വിവരിച്ചിട്ടുണ്ട്. ഇനി ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു റിസ്കിനെ സംബന്ധിച്ചാണല്ലോ, ഉപജീവനത്തെ സംബന്ധിച്ചാണല്ലോ പറയണത്, അല്ലെങ്കിൽ ഭക്ഷണ ആവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണല്ലോ ഈ പറഞ്ഞ. ഇവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ റിസ്ക് പറഞ്ഞിടത്ത് ഒരു പ്രത്യേക കാര്യമായിട്ട് ലിങ്ക് ചെയ്ത് കാണാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മശീഅത്തുമായിട്ട് അവിടെയൊക്കെ കാണാം മയ്യഷാവ് മയ്യഷാവ്, അള്ളാഹിൻ്റെ മശീഅത്തുമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കാണാം റിസ്കിനെ. രണ്ടാമത്തെ ഒരു എന്താണ് തെളിവ്? അള്ളാഹു യഫ്സുത്തു റിസ്ക ലിമൻ യശാ, അള്ളാഹു വിഭവം സമൃദ്ധമായി നൽകുന്നു. ആർക്ക്? ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയക്തിർ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിഭവം പരിമിതിപ്പെടുത്തുന്നു. വഫരിഹു ബിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ അവർ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താ വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ മത്താ, പരലോകത്തെ സംബന്ധിച്ച് ഐഹിക ജീവിതം എന്ന് പറയുന്നത് താൽക്കാലിക വിഭവം മാത്രമാണ് എന്ന് അല്ലാഹു തആല ആയത്തെ പറയുന്നു. അവിടെ അള്ളാഹു ആ റിസ്കിനെ പറഞ്ഞിടത്ത് മൻ യശാഉ എന്നതുമായി ലിങ്ക് ചെയ്യണത് കാണാൻ സാധിക്കും. അതേപോലെ ഈ ആയത്തൊക്കെ പരിശോധിച്ചാൽ അള്ളാഹ് എല്ലാവർക്കും കണക്കില്ലാതെ കൊടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അവിടെങ്കിൽ ഖുർആനിലുണ്ടോ? ഇല്ല, കണക്കില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നല്ല പറഞ്ഞേ. മറിച്ച് എന്താ പറഞ്ഞത്? മയ്യഷാവുന്ന. അപ്പൊ ആ മയ്യഷാവു അള്ളാഹു പ്രത്യേകം കണക്കാക്കിയ ക്വാളിഫിക്കേഷനും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്കും മാത്രമാണ് എന്ത് ചെയ്യണത്? അത് നൽകണം. ദുനിയാവിലല്ല പരലോകത്ത്, അല്ലേ? അപ്പം അതിന് നമ്മൾ പഠിക്കാൻ ഉള്ള ഒരു ഇത്, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാകും. റാസിക്ക് അള്ളാഹുവാണ്, അതുകൊണ്ട് അള്ളാഹു എനിക്ക് റിസ്ക് കൊണ്ടുവന്നു തരും എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ അതിനുള്ള മാർഗം സ്വീകരിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. അതിനുള്ള മാർഗം സ്വീകരിക്കാതെ ഇരിക്കാൻ പറ്റൂല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. പിന്നെ പറയുന്നത് ഫംശു ഫി മനാക്കിബിഹ, അതിൻ്റെ പിന്നെ എന്താ മനാക്കിബ് പറയണത്? എന്താ? വിരിമാറ്, അല്ലേ? മനാക്കിബ് പറഞ്ഞ ഈ ഭാഗം. അപ്പോൾ ആ ഭൂമിയുടെ വിരിമാറിലൂടെ നിങ്ങൾ നടക്കുവിൻ. വക്കുലൂ മിൻ റിസ്കി, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുവിൻ. വഇലൈഹിൻ നുശൂർ, അവങ്കലിലേക്കാണ് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ ഭൂമി ഇങ്ങനെ സൗകര്യപ്പെടുത്തി തന്നിട്ട് നിങ്ങൾ ആ ഭൂമിയിൽ ഇങ്ങനെ കുത്തിയിരുന്നോളി എന്നല്ല അള്ളാഹ് പറയുന്നുണ്ട്. മറിച്ചെന്താ? അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം, അധ്വാനിക്കണം. നടക്കണം എന്ന് പറഞ്ഞാൽ ആ റിസ്കും തേടി നടക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ അള്ളാഹു റാസിക്കാണ് എന്ന വിശ്വാസത്തോടു കൂടി ഒരാൾ ഇരുന്നാൽ പോരാ, മറിച്ച് എന്താണ്? ആ റിസ്ക് കിട്ടാനുള്ള മേഖലകൾ തേടുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്ന ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്ത് കാണാം, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർള്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇങ്ങനെ കുത്തിരിക്കണം എന്നല്ല പറഞ്ഞു. മറിച്ച് എന്താ? ഫന്തശിറു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക. പിന്നെ അത് മാത്രം പറഞ്ഞിട്ടില്ല, വബ്തഗു മിൻ ഫളിലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. അപ്പം റിസ്ക് അന്വേഷിച്ച് പോവണം എന്നാ. റിസ്ക് അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ ഉണ്ടാവേണ്ട മറ്റൊരു പ്രത്യേകതയാണ് വദ്കുറുല്ലാഹ കതീറ, ധാരാളമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കും വേണം. അപ്പം ജോലി സമയത്തും എന്ത് ചെയ്യണം? സിക്ർ ചെല്ലണം, അള്ളാഹുവിനെ ഓർക്കണം എന്നായത്ത് പഠിപ്പിക്കണം. എങ്കിലെന്താ? ലഅല്ലക്കും
തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയം ലഭിക്കാൻ അത് കാരണമാകും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അള്ളാഹു റാസിക്കാണ് എന്ന വിശ്വാസത്തോടു കൂടി നിൽക്കാതെ ആ റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ തേടിപ്പോവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അപ്പം ആ മാർഗങ്ങൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് തേടണം. അതേപോലെ നമ്മുടെ ഹൃദയം എന്താവണം? അള്ളാഹുവിൽ തവക്കുലാക്കുകയും വേണം എന്നുള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ വിവരിക്കണ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖക്കും കമാ യർസുഖു തൈറ, പക്ഷികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകും. എന്താണ് ആ പക്ഷികളുടെ പ്രത്യേകത? തഗ്ദു ഹിമാസൻ, ഒട്ടിയ വയറുമായിട്ട് അതിരാവിലെ ആ പക്ഷികൾ പറന്നു പോകുന്നു. വതറൂഹു ബിത്വാനൻ, നിറഞ്ഞ വയറുമായിട്ട് ആ പക്ഷികൾ വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ആ പക്ഷികളെ കൂട്ടിലിരിക്കാണോ? അല്ല, കൂട്ടിലിരിക്കല്ല. രാവിലെ എണീച്ച് ഉറക്കമെണീച്ച് അവർ പോകുന്നുണ്ട്, അല്ലേ? പറക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഭക്ഷണം തേടിപ്പോകുന്നുണ്ട്. എവിടെ ഭക്ഷണം എന്ന് അറിയില്ലെങ്കിലും അങ്ങ് തേടിപ്പോകുന്നുണ്ട്, അല്ലേ? ആ വരുന്നതോ പിന്നെ വയറ് നിറച്ചിട്ടാണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു ചിന്താവിഷയമുണ്ട്. റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. അതോടൊപ്പം നിങ്ങൾ അധ്വാനിക്കും. ഇനിയിപ്പം അധ്വാനിച്ചാൽ തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ ബുദ്ധിൻ്റെ പവറാട്ടോ നമ്മളെ ഈ റിസ്ക് കിട്ടുന്നത്, എൻ്റെ ക്വാളിഫിക്കേഷനാണ്, അല്ലേ? എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്പം എനിക്ക് ഈ റിസ്ക് ഒക്കെ കിട്ടണമെന്ന് പറയും. ആലോചിച്ച് നോക്കും നിങ്ങൾ. പലരുടെയും ചിന്ത അതാണ്. എന്താ ഒരു കവിയുടെ ഭാഷയിൽ കാണാം, എന്താണ് ആ കവിത? ഫലൗ കാനത്തിൽ അർസാഖു തജ്രി അലൽ ഹിജ ഹലക്നാ ഇദം മിൻ ജഹ്ലിഹിന്നൽ ബഹായിമു വലം യജ്തമി ശർക്കും വഗർബുൻ ലിഖാസിദിൻ വലൽ മജ്ദു ഫീ കഫിംറിഹിം വദ്ദറാഹിമു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യോഗ്യതയും ക്വാളിഫിക്കേഷനും അവന്റെ പ്രശസ്തിയും അനുസരിച്ചാണ്, അവന്റെ ബുദ്ധി അനുസരിച്ചാണ് അള്ളാഹുവിടെ റിസ്ക് കണക്കാക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ നാക്കാലികളും പറവുകളും ഒക്കെ എന്നോ നശിച്ചു പോവാൻ ഒൽക്ക് നമ്മളെ അതിബുദ്ധി ഉണ്ടോ? ഇല്ല. അപ്പം ആ നാക്കാലികളും പിന്നെ പറവകളുമൊക്കെ ഭക്ഷണം തേടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ആ റിസ്ക് ആ നാക്കാലികൾക്ക് നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. നോക്കി നിങ്ങൾ, ചില പക്ഷികൾ എത്രയോ കിലോമീറ്റർ ദൂരെ അതിൻ്റെ ഭക്ഷണം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയുള്ള പക്ഷികളില്ലേ? ഉണ്ട്. എത്രയോ ഉയരത്തിൽ നിന്ന് ആ പരുന്തൊക്കെ കണ്ടില്ല നിങ്ങൾ? ഉയരത്തിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെ അതിൻ്റെ ഭക്ഷണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന് അത് അവിടെ എത്തും. എങ്ങനെയാണത്? ആലോചിച്ച് നോക്കും നിങ്ങൾ, അല്ലേ? പിന്നെ കടലിൽ അല്ലെങ്കിൽ പുഴയിലൊക്കെ മത്സ്യം പൊങ്ങി വരുന്നത് പിന്നെ വളരെ ദൂരത്ത് നിന്ന് വീക്ഷിക്കുന്ന കാണുന്ന പക്ഷികളുണ്ട്. എങ്ങനെയാണ് ഇതിറ്റൊക്കെ അള്ളാഹു റിസ്ക് കണക്കാക്കിയത്? ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പം ബുദ്ധി അനുസരിച്ചൊന്നും അല്ല, അല്ലേ? വലൗ കാനത്തിൽ അർസാഖു തജ്രി അലൽ ഹിജ ഹലക്കന ഇദം മിൻ ജഹ്ലിഹിന്നൽ ബഹായിമുന. അപ്പം ഇവിടെ പിന്നെ എല്ലാം കൂട്ടിപ്പിടിക്കണം. ഷർക്കും ഗർബും എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും ഒക്കെ പാടെ എനിക്ക് കിട്ടണം, ഒക്കെ എൻ്റെ പോക്കറ്റിലാക്കണം, മുഴുവൻ ദീനാറും ദിർഹം എൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ സഞ്ചിയിലാക്കണം എന്ന് വിചാരിച്ചായിട്ട് നടക്കുമോ? ഇല്ല. അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്കും ഓരോ ഖദറനുസരിച്ച് അള്ളാഹു കൊടുക്കും. ആ എത്ര ക്വാളിഫിക്കേഷൻ ആയിട്ടും കാര്യമല്ല, അല്ലേ? എത്ര ക്വാളിഫൈഡ് ആയിട്ടും ആ ഖദറിന് വ്യത്യാസപ്പെടൂല. വിടുമോ? ഇല്ല. അപ്പം അള്ളാഹ് കണക്കാക്കണം. ചിലവർക്ക് അള്ളാഹു ഇഷ്ടം പോലെ അത് കൊടുത്തിട്ടുണ്ടാവും, വലിയ യോഗ്യത ഒന്നും ഉണ്ടാവില്ല. ഒരു മലയാള അക്ഷരം പോലും ഇടത്തുനിന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ ആ വലത്തുനിന്ന് ഇടത്തോട്ടോ വായിക്കാൻ അറിയാത്ത എത്ര ആളുകൾ കോടികൾ സമ്പാദിക്കുന്നുണ്ട്. എന്തിനാ പഠിച്ച ഓൽക്ക് അങ്ങനെ കൊടുത്തത്? ഇവിടെ വലിയ മാസ്റ്റർ ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളവനോ എണ്ണപ്പെട്ട 3 അക്ക ശമ്പളം വാങ്ങുന്നുണ്ട്. എന്തിനാ പഠിച്ചോമ്പൻ എങ്ങനെ ആക്കിയത്? മറ്റു ചില ആളുകൾ എങ്ങനെ, മറ്റു ചിലവള അങ്ങനെ, അല്ലേ? ഈ രൂപത്തിൽ എന്തിനാ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കണക്കില്ലാതെ ഒരു പരിധിയില്ലാതെ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താവും മനുഷ്യന്? എനിക്കിപ്പം എൻ്റെ സൊസൈറ്റീൻ്റെ ശമ്പളം മുഴുവൻ എനിക്കട് കിട്ടുക
നിങ്ങൾക്കൊന്നുമില്ല. ഞാനാരാവും? നിങ്ങളുടെ അഭിപ്രായം എന്താ? പറഞ്ഞോളി, എന്താ ഞാനാവുക? ഒരായത്തുണ്ടല്ലോ, എന്താണ്? എന്തിനാ ആയത്ത്? പറഞ്ഞാണി, കിട്ടണില്ലല്ലോ. കിട്ടുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഒന്നുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിധിയില്ലാതെ കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ആ മനുഷ്യൻ പിന്നെ അക്രമിയായി മാറും എന്നുള്ളതാണ്. ഓനായിരിക്കും ഏറ്റവും വലിയ ധിക്കാരി. കണ്ടമാനം ഒരാൾക്ക് ഇങ്ങനെ കിട്ടിയാൽ എന്തുണ്ടാവും? ഓൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കൂല, ഓൻ അതിനേറ്റ സമയം ഉണ്ടാവില്ല, ഓൻ എന്താവും? ധിക്കാരിയായി മാറും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തിൽ നമുക്ക് ലബഗൗ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ച് കാണാം, അല്ലേ? അങ്ങനെ അറ്റമില്ലാതെ കൊടുത്താൽ ഓൻ അക്രമിയായി അതിര് കവിയും എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതിൽ എന്തുണ്ട്? ഒരു ഹിക്മത്തുണ്ട്. അത് അവൻ്റെ ഖൈറിനാണ് എന്ന് മനസ്സിലാക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ മക്കളും 4 പെണ്ണുങ്ങളൊക്കെ ഉണ്ടായാൽ ആകെ സ്വീപ്പാവട്ടോ ഇന്ന് പിശാചി ഇങ്ങനെ മന്ത്രിക്കും നമ്മളോട്. അങ്ങനെയൊക്കെ നിങ്ങളോട് മന്ത്രിക്കാറില്ലേ? ഇപ്പോൾ ഒരു 10 കുട്ടികളുണ്ടായി, എങ്ങനെ പൈറ്റനൊക്കെ പാടെ പിന്നെ താങ്ങി അടക്കുക, ഈ ശമ്പളം തെയ്യോ എന്നൊക്കെ പിശാചി നമ്മളോട് ഇങ്ങനെ മന്ത്രിക്കും. മഹാനായ ആത്തിമുൽ അസം എന്ന് പറയുന്ന ഒരു സലഫി, അയാൾക്ക് 4 ഭാര്യമാരും എത്രയോ കുട്ടികളും, 9 10 എന്നൊന്നും എനിക്കറിയില്ല, എത്രയോ കുട്ടികളും അയാളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഒരിക്കൽ പോലും ആ കുട്ടികൾക്ക് എങ്ങനെ റിസ്ക് നൽകും എന്നതിനെ സംബന്ധിച്ച് അയാൾക്കൊരു വസ്വാസ് പിശാച് ഉണ്ടാക്കി കൊടുത്തില്ല. നമുക്കൊക്കെ എന്താവും? പിശാച് നമുക്ക് ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മളെ വേണ്ടാവൃത്തിയിലേക്ക്, ഹറാമിലേക്ക് നമ്മളെ പിശാച് ഇങ്ങനെ കൊണ്ടുപോകും ഇത്തരം രംഗത്ത്. അപ്പോൾ എന്താ അപ്പം നിങ്ങളിങ്ങനെ നല്ല അടിയുറച്ച മനസ്സോടെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഞാൻ റബ്ബിൽ തവക്കുലാക്കിയേക്കാണ്. കാരണം തവക്കുലാക്കണമെങ്കിൽ 4 കാര്യം ഒരു മനുഷ്യൻ ഉറപ്പിക്കണം. കാരണം ഒന്ന്, എനിക്ക് അള്ളാഹു കണക്കാക്കിയ റിസ്ക് മറ്റൊരാൾ തിന്നു പോകൂല എന്ന് അള്ളാഹു പറഞ്ഞു, ഉറപ്പാണ്. എനിക്ക് അള്ളാഹ് കണക്കാക്കിയ റിസ്ക് മറ്റൊരാൾ തിന്നൂല, അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. സുബ്ഹാനഹു വ തആലയുടെ കണ്ണ് അഥവാ അള്ളാഹുവിൻ്റെ നിരീക്ഷണം എൻ്റെ മേലുണ്ട്, ഒരു സമയത്തും അത് ഒഴിവാവണില്ല. അതുകൊണ്ട് ഞാനും അള്ളാഹു കാണും, ഞാൻ തെറ്റ് ചെയ്താൽ റബ്ബ് കാണുമെന്ന ലജ്ജയുള്ളവനാണ് ഞാൻ. ഇതുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ശരിയായ തവക്കുൽ ചെയ്യാൻ സാധിക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ്, റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നു എന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? തെറ്റിലേക്ക് തവക്കുൽ ചെയ്യാതെ തെറ്റിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ള. ഇനി ആലോചിച്ച് നോക്കും, ശരിയായ പിന്നെ ഖദർ ഖലായിലുള്ള വിശ്വാസം ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന മനുഷ്യനാവും. മഹാനായ അല്ലാമ ഈ അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ കടൽ തീരത്തേക്ക് പോവാണ്. ആ കടൽ തീരത്ത് ഒരു ഹൈമുണ്ട്. ആ ഹൈമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് പറയൽ ഒരു കൂടാരം. ആ കൂടാരത്തിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആള് പിന്നെ അയാൾക്ക് കയ്യുമില്ല കാലുമില്ല, കണ്ണ് ശരിക്കറ്റ് കാണൂല, ചെവിട് ശരിക്കും കേൾക്കൂല. ആകെയിൽ അയാൾക്ക് പ്രവർത്തിക്കുന്ന ഒരു അവയവം എന്താ? നാവ് മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ മാത്രം. അപ്പോൾ ഈ മനുഷ്യനെ കാണാൻ പോയി ആര്? അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ്. എന്നിട്ട് അപ്പം അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ നീ എനിക്ക് ചെയ്ത അനുഗ്രഹത്തിന് റബ്ബി ഔസീനി അന്നഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പടച്ചോനെ എനിക്ക് നീ തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇജ്ജ് തോന്നിപ്പിക്കണേ, ഒരു പ്രചോദനം നൽകണേ. അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് എന്നെ ശ്രേഷ്ഠനാക്കിയ അള്ളാഹുവെ നിനക്ക് ശുക്ർ ചെയ്യാൻ എൻ്റെ മനസ്സിൽ പ്രേരിപ്പിക്കും. അപ്പോൾ ഇയാളിങ്ങനെ അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ചിന്തിക്കാൻ, എന്താ ഇപ്പം ഈ കയ്യും കാലും കണ്ണും മൂക്കും ഒന്നുമില്ലാത്ത അല്ലേ, ഒന്നുമില്ലാത്ത ഈ മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാക്കി എന്നൊക്കെ പറയാൻ എന്താ ഇയാൾക്കുള്ള പ്രത്യേകത? അങ്ങനെ അയാളെ കാണണമെന്ന് വിചാരിച്ച് അബ്ദുല്ലാഹ് ബിൻ ഉമർ പോയപ്പോൾ അയാളെ കണ്ടു, സലാം പറഞ്ഞു. അയാളെ കണ്ടു. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള കാരണം? അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, കണ്ണും കയ്യും ഒന്നും ഇല്ലാത്ത ആ മനുഷ്യൻ പറയാണ്, പിന്നെ
എൻ്റെ മുന്നിൽ കടലാണ്. ആ കടലിൻ്റെ തിരമാലെങ്ങാനും ഒന്നിങ്ങോട്ട് അടിച്ചാൽ ആ തിരമാല എന്നെ വിഴുങ്ങിപ്പോകും. എൻ്റെ മുകളിൽ ആകാശമാണ്. ഒരു ആകാശ ദുരന്തമുണ്ടായാൽ ഞാൻ കത്തിക്കരിഞ്ഞു പോകും. എൻ്റെ പിന്നാമ്പുറത്ത് വലിയ മലകളാണ്. ആ മലകളെങ്ങാനും ഒന്ന് ഇളകിയാൽ ഞാൻ നശിച്ചു പോകും. എൻ്റെ താഴെ ഭൂമിയാണ്. ആ ഭൂമി എങ്ങാനും ഒരു കുലുക്കം, ഒരു സിൽസാലുണ്ടായാൽ ആ ഭൂമി എന്നെ വിഴുങ്ങിപ്പോവും. ഇതൊന്നും എനിക്ക് അള്ളാഹു നൽകിയില്ലല്ലോ. അപ്പോൾ ആ അള്ളാഹുവിനെ ഞാൻ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കാനുള്ള കാരണം. അപ്പോഴാണ് അയാൾ ചിന്തിക്കാൻ, ഈ കയ്യും കാലും ഒന്നും ഇല്ലാത്ത ആള് മറ്റേ ആളെ ചിന്തിപ്പിക്കാൻ. എന്നിട്ട് അയാളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഒളു ഉണ്ടാക്കാൻ ഇതുവരെ 3 ദിവസം മുമ്പ് വരെ എൻ്റെ ചെറിയ മോനുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് എൻ്റെ ചെറിയ മോൻ മരിച്ചുപോയി. ആ മോനാണ് എനിക്ക് ഒളു ഉണ്ടാക്കി തരുന്നത് നമസ്കാര സമയത്ത്. ആ മോനാണ് ഭക്ഷിക്കാനുള്ള ആഹാരം എൻ്റെ തൊള്ളയെ വെച്ച് തരുന്നത്. ആ മോനാണ് കുടിനീര് എനിക്ക് നൽകിയിരുന്നത്. ആ മോൻ 3 ദിവസം മുമ്പ് പോയി. അതുകൊണ്ട് എനിക്ക് സേവനം, നിങ്ങളിൽ നിന്ന് ഞാൻ ഒരു സേവനം ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ സംഭവം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള തവക്കുൽ ഒരാൾക്ക് ഉണ്ടാവുക, ആ ഖദർ ഖലായിലുള്ള റബ്ബ് നമുക്ക് നൽകിയതിലുള്ള ആ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കറ്റ പ്രതിഫലം വിഹത്തിലും പരത്തിലും നൽകുമെന്ന ആ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ. ഈ വിശ്വാസം ഉണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിൽ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഹിസാബില്ലാതെ, കണക്കില്ലാതെ ഇത് കിട്ടാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അതിനുള്ള ഒന്നാമത്തെ മാർഗം, റിസ്ക് ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറും തൗബയും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കണം എന്നാണ്. എന്താ തെളിവ്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയേണ്ടത്, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പക്ഷാതപിച്ചു കൊണ്ടിരിക്കുക. ആ രക്ഷിതാവ് ഇന്നഹു എന്താണ് വഫാറാന്നല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൂടുതൽ പുറത്തു തരും. പിന്നെ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ധാരാളമായി സുഭിക്ഷമായി മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. പിന്നെ വയുംദിദുക്കും ബി അംവാലിൻ വബനീന, നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു തആല നിങ്ങളെ സഹായിക്കും. വയജഅലക്കും ജന്നാത്തിൻ വയജഅലക്കും അൻഹാറ, നിങ്ങൾക്ക് പിന്നെ തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. പിന്നെ കുടിക്കാനുള്ള ആറുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ, അയാളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പരാതി പറയാൻ. എന്താ പരാതി പറയണ്ടേ? തോട്ടമൊക്കെ നശിച്ചു പോവാണ്, കൃഷിയൊന്നും ഉണ്ടാവണില്ല, ഒക്കെ പിന്നെ വറ്റി വരണ്ട് പോവുകയാണ്. മറ്റൊരാൾ വന്നിട്ട് അപ്പം എന്താ പറഞ്ഞത് അയാൾ? ഇസ്തഗ്ഫിരില്ല. മറ്റൊരാൾ വന്നിട്ട് പരാതി പറഞ്ഞു, ദാരിദ്ര്യമാണ്, ഭക്ഷിക്കാനൊന്നുമില്ല, ഫഖറാണ്. അപ്പോഴും എന്ത് പറഞ്ഞു? ഇസ്തഗ്ഫിരില്ല. മറ്റൊരാൾ പറഞ്ഞു, മക്കളൊന്നുമില്ല, അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴും എന്ത് പറഞ്ഞു ഇയാൾ? ഇസ്തഗ്ഫിരില്ല. ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും അയാൾ എന്ത് പറയും? ഇസ്തഗ്ഫിരില്ല, ഇസ്തഗ്ഫിരില്ല. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എല്ലാവരുടെ ചോദ്യത്തിനും ആകെ ഒരൊറ്റ മറുപടി ഉള്ളൂ, ഇസ്തഗ്ഫിരില്ല, ഇസ്തഗ്ഫിരില്ല, ഇസ്തഗ്ഫിരില്ല. അപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇത് പറഞ്ഞത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തരം അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും, ഇപ്പം നമ്മൾ ജീവിക്കണ ചുറ്റുപാടിലൊക്കെ ഇസ്തിഗ്ഫാർ നമ്മളിങ്ങനെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏത് ദുആ ആണ്? ഇപ്പോൾ ഒരു നല്ല അന്തരീക്ഷമല്ല നമ്മൾ ജീവിക്കണത്, പ്രത്യേകിച്ചും കുവൈത്തിൻ്റെ ചുറ്റുപാട്. അവിടെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഅബ്ബുലി ആഫിയതിക വ ജാഅതി നഖമതിക വ മിൻ ജമീഇ സുഖ്തിക. ഒരു പ്രാർത്ഥന അത്. അല്ലാഹുവേ, നീ ചെയ്ത അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും, നീ തന്ന ആരോഗ്യം മാറി മറിയുന്നതിൽ നിന്നും, അതേപോലെ നിന്റെ ശിക്ഷ ആകസ്മികമായി പെട്ടെന്ന് പിടികൂടുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ മാലി വാഖിലി, അല്ലാഹുമ്മ അസ്ർ ഔറാത്തി വ മിൻ റൗആത്തി, അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ
ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കാണാം, സുദീർഘമായ പ്രാർത്ഥനയിൽ, പ്രവാചകന്റെ ആ പ്രാർത്ഥനയിൽ അല്ലാഹു മഹ്ഫളിനി മിൻ ബൈനി യദിയ, അള്ളാഹുവെ എൻ്റെ മുൻഭാഗത്തിലൂടെ വരുന്ന ശിക്ഷ അല്ലേ, അല്ലെങ്കിൽ അപകടം, അല്ലാഹു മഹ്ഫളിനി മിൻ ബൈനി യദിയ വമിൻ ഖൽഫി വൻ യമീനി വൻ ശിമാലി, എൻ്റെ പിൻഭാഗത്തിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും, വമിൻ ഫൗക്കി എൻ്റെ മുകൾ ഭാഗത്തിലൂടെയും, മിൻ തഹ്തി അർജുലി എൻ്റെ കാലിൻ്റെ അടിഭാഗത്തിലൂടെയും ഒക്കെ വരുന്ന അപകടങ്ങളും ശിക്ഷകളിൽ നിന്നും പടച്ച തമ്പുരാനെ എന്നെ നീ കാത്തിരക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഈ അവസരത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കണം. അത്തരത്തിലുള്ള ചുറ്റുപാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നുള്ളത് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന ഗണത്തിൽ അത് ഉൾപ്പെടും. അതിനുള്ള ഒരു കാരണമാണ് ഇത്. അതേപോലെ ഒരുപാടുണ്ട്. തെക്കുവ അതിനൊരു കാരണമാണ്. ഇബാദത്തിനായി വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാനായി പ്രത്യേകം ഒരുങ്ങിയിരിക്കുക. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും തുടർച്ചയായി ചെയ്യുക. അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക. ഇങ്ങനെ മുഫസ്സിറുകൾ ധാരാളം കാര്യങ്ങൾ എണ്ണി പറയുന്നത് കാണാം. അത്തരം ആളുകൾക്കാണ് എന്തുള്ളത്? ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകുന്നത്, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായി നൽകുന്നത്, കണക്കില്ലാത്ത പരിധിയില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തിലും നൽകുന്നത് ഇത്തരം ആളുകൾക്കാണ്. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്ത് ഒന്നുകൂടി ഓദിക്കാൻ ലിയജ്സിയഹുമുല്ലാഹ്.